ഹായ്, ഞാനൊരു എഗ് പഫിൻ്റെ വീഡിയോ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് 3 സവോള, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, എണ്ണ അതായത് വെജിറ്റബിൾ ഓയിൽ എടുക്കുക, കുറച്ച് പെരിഞ്ജീരകം, ഒരു 3-4 വെളുത്തുള്ളി, 1 ഇഞ്ച് ഇഞ്ചി, ഇവ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പച്ചമണം മാറുന്നതിന് വരെ ഇളക്കുക. ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമുക്ക് കാണാം അതൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഒരു 2 സവോള നൈസായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് ചെറുതായിട്ട് വാടി വരും. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, ഇത്ര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പച്ചമണം മാറുന്നതിന് വരെ ഇളക്കുക. അതിനുശേഷം ഒരു മീഡിയം സൈസ്ഡ് തക്കാളിയുടെ ഹാഫ് എടുക്കുക. അത് ഇതുമായിട്ട് മിക്സ് ചെയ്യുക. ഒരുവിധമായി കഴിയുമ്പോൾ നമുക്ക് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. പിന്നീട് നമുക്ക് റെഡിമെയ്ഡായിട്ട് പഫിൻ്റെ ഇത് പേസ്ട്രി മീൻസ് പഫ് ഷീറ്റ്സ് മേടിക്കാൻ കിട്ടും. അത് നമ്മൾ ഇത് റോൾ ചെയ്യുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് മാത്രം എടുത്ത് പുറത്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ അത് ആകെ സ്റ്റിക്കി ആയി പോവും. ചെറിയ തണുപ്പോട് കൂടി തന്നെ നമ്മൾ പരത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് കുറച്ച് മസാല വെച്ച് കൊടുക്കുക. ഒരു മുട്ടയുടെ ഹാഫ് വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഡയഗണലായിട്ട് മടക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് ഒട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പച്ചവെള്ളം ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പച്ചവെള്ളം ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ നമ്മൾ മടക്കിയെടുക്കുക. ഇത് നമ്മളൊരു ട്രേയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് നിരത്തി കൊടുക്കുക. അങ്ങനെ ഞങ്ങൾ 8 പഫ്സ് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിന് മുകളിൽ നമുക്ക് എഗ് വാഷ് ചെയ്ത് കൊടുക്കാം. ഒരു എഗ്ഗ് എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം എൻ്റെ ഹസ്ബൻഡാണ് ചെയ്യുന്നത്. ആൾക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആള് പറഞ്ഞിട്ട് ആൾക്ക് പക്ഷേ നറേറ്റ് ചെയ്യാനായിട്ട് ചെറിയ മടിയുണ്ട്. അപ്പോൾ എന്നോട് നറേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഞാൻ നറേറ്റ് ചെയ്യുന്നു, ആളാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ 200 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത അവനിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഒരു 25 മിനിറ്റ്സ് ഞങ്ങൾ കറക്റ്റ് വെച്ചിട്ടുണ്ട് 200 ഡിഗ്രി സെൽഷ്യസിൽ. പുറത്തെടുത്തപ്പോൾ ഇതുപോലെ ഇരുന്നു. ഹോം മെയ്ഡ് ആയിട്ടുള്ള പഫാണ്. നമ്മൾ എന്തൊക്കെ ചേർത്തെന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കായാലും നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. പഫിൻ്റെ ഷീറ്റ് വീട്ടിലുണ്ടെങ്കിൽ. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടിരുന്നു. കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങൾ മാക്സിമം എടുത്തത് ഒരു 1 അവർ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.